ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോണറ്റിക്സ് ആണ്. Phonetics is the study of the sounds used in speech, focusing on how they are produced, transmitted and heard. Basically pronunciation ആണ്, എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളത്. The phonetic alphabet, especially the International Phonetic Alphabet IPA, provides a consistent and detailed system for representing the sounds of any language. Understanding phonetics enhances pronunciation. Phonetics നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ pronunciation ഭയങ്കര നന്നാവും. Listening skills, നമ്മുടെ listening skills നന്നാവും. And overall communication in English. English മൊത്തമായിട്ട് നന്നാവും. The English alphabet consists of 26 letters. അതായത് നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 letters ആണ്. 5 vowels, 21 consonants. However, there is no one-to-one correspondence between letters and sounds in English. A single letter can represent different sounds and the same sound can be spelled in various ways. അതായത് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതയാണത്. ചില വാക്കുകൾ ചില പോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. For example, C in cat, K in king, CC in occasion and CH in chemistry all represent the same sound k. ഈ k വരുന്നത് എല്ലാത്തിലും വരുന്നുണ്ട്. കാറ്റിലും വരുന്നുണ്ട്, കിങ്ങിലും വരുന്നുണ്ട്, ഒക്കേഷൻ k, പിന്നെ കെമിസ്ട്രി k. Similarly, the letter A in ear, man, woman and about is enunciated in 4 different ways. അതുപോലെ തന്നെ ഈ വാക്കുകളും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. The combination of letters OUGH can be pronounced differently in though, thought, through, rough. ഇതിലൊക്കെ വേറെ വേറെയാണ്. Therefore, it is not always possible to determine the pronunciation of a word based solely on its spelling. അപ്പോൾ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് അനുസരിച്ചല്ല pronunciation completely different ആണ്. The concept that fish can be spelled as GHOTI is a funny illustration of the illogical and unphonetic aspects of English pronunciation. ഫിഷ് എന്ന് പറയുന്ന സാധനം GHOT ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതൊരു ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. GH എന്ന് പറഞ്ഞാൽ ഫ സൗണ്ട് ആണ്. ഫ, ഇനഫ്, ടഫ്, ഫ. O എന്ന് പറഞ്ഞാൽ വിമൻ, ഇ സൗണ്ട് ആണ്, ഇ. ടി എന്ന് പറഞ്ഞാൽ ഷ സൗണ്ട് ആണ്. അങ്ങനെ വരുമ്പോൾ GHOTI എന്ന് പറഞ്ഞാൽ അത് ഫിഷ് ആണ്. ഇത് ഫണ്ണി ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, ഫോണറ്റിക്സ് എങ്ങനെയാണെന്ന് അറിയിക്കാനായിട്ട്. അടുത്തത് ലെറ്റർ എ, കാറ്റ്, കേക്ക്, ഫാദർ, ഇയർ, എലോൺ. ഒരു വട്ടം കൂടെ പറയാം. ലെറ്റർ എ, കാറ്റ്, കേക്ക്, ഫാദർ, ഇയർ, എലോൺ. ലെറ്റർ എസ്, സെയിം, ഷുഗർ, മ്യൂസിക്, വിഷൻ. അപ്പോൾ ചില വാക്കുകളുടെ തുടക്കമായിരിക്കും, ചില വാക്കുകൾ നടുക്കായിരിക്കും ഇത് വരുന്നത്, ചില വാക്കുകൾ എൻഡിലായിരിക്കും വരുന്നത്. ലെറ്റർ ജി, ഗോ, ജയൻറ്റ്. ലെറ്റർ ജി വീണ്ടും പറയാണ്, ഗോ, ജയൻറ്റ്. സോ ചിലത് ബിഗിനിങ്ങിലായിരിക്കും, മിഡിലായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റിലായിരിക്കും. നമ്മൾ നോക്കണം. അടുത്തത് ഫ സൗണ്ട്, ഫിഷ്, ഫോൺ, കഫ്. പക്ഷെ എന്താ വ്യത്യാസം? ഫിഷ് എന്ന് പറയുമ്പോൾ FI ആണ്, ഫോൺ എന്ന് പറയുമ്പോൾ PH ആണ്, കഫ് എന്ന് പറയുമ്പോൾ GH ആണ്, പക്ഷെ ഒക്കെ ഫ ആണ്. അതാണ് എൻ്റെ വ്യത്യാസം. ഫിഷ്, ഫോൺ, കഫ് ഒക്കെ സെയിം ആയിട്ട് തോന്നും, പക്ഷേ സ്പെല്ലിങ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരെണ്ണത്തിൽ FI ആണ്, ഒരെണ്ണത്തിൽ PH ആണ്, ഒരെണ്ണത്തിൽ GH ആണ്. അടുത്തത് ക സൗണ്ട്, കാറ്റിൽ, കൈൻഡ്, ഒക്കേഷൻ. അതും ഇതുപോലെ തന്നെ. കാറ്റിൽ CA, കൈൻഡ് KI, ഒക്കേഷൻ CC. എല്ലാം ക സൗണ്ട് ആണ്, പക്ഷേ സ്പെല്ലിങ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. വവൽ സൗണ്ട്സ്. ഇനി അടുത്ത് നമുക്ക് വവൽ സൗണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. Vowel sounds are produced when the airflow from the lungs passes freely through the vocal tract without any significant blockage. The vocal cords vibrate during the production of these sounds. അതായത് നമ്മുടെ വോക്കൽ കോഡ്സ്, നമ്മുടെ തൊണ്ടയിലുള്ള വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യും ഈ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ. There are 12 pure vowel sounds. ഈ vowel sounds 12 എണ്ണമാണ് ഉള്ളത്. In this unit we focus on 6 vowel sounds. ഇപ്പം ഇവിടെ നമ്മൾ 6 എണ്ണം മാത്രം എടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ ഈ, അതായത് ദീർഘമാണ്. ഈസി, ഫീൽഡ്, സി. അതിൽ ഈസി എന്ന് പറയുന്നത് ബിഗിനിങ്ങിലാണ്, ഫീൽഡ് എന്ന് പറയുമ്പോൾ മിഡിലേക്ക് വരും, സി എന്ന് പറയുമ്പോൾ അത് എൻഡിലേക്ക് വരും. ഈസി, ഫീൽഡ്, സി. അടുത്തത് ഇ, അതായത് ദീർഘമില്ല. ഇ ബിഗിനിങ്ങിൽ ഇറ്റ്, മിഡിലിൽ ഹിൽ, എൻഡിൽ ഡ്യൂട്ടി. ഇ, ഇറ്റ്, ഹിൽ, ഡ്യൂട്ടി. അടുത്തത് എ, എൻറ്റർ, സ്റ്റെപ്പ്. അത് 2 വാക്കേ കൊടുത്തിട്ടുള്ളൂ, എൻഡിലില്ല. എൻറ്റർ, സ്റ്റെപ്പ്, എ. അടുത്തത് ആപ്പിൾ,
മാൻ. ഒരു വട്ടം കൂടെ പറയാം. ആപ്പിൾ, മാൻ. അടുത്തത് ഓ. ഓ വെച്ച് ഓഫീസ്, ക്രോസ്. വീണ്ടും പറയാം. ഓ, ഓഫീസ്, ക്രോസ്. അടുത്തത് ഓ. ദീർഘമുണ്ട്, 2 കുത്തിട്ടാലാണ് ദീർഘമാവുന്നത്. ഓൾ, ബോൺ, സോ. വീണ്ടും പറയാം. ഓ, ഓൾ, ബോൺ, സോ. ഈ അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ ഒന്നാമത് എഴുതാൻ പഠിക്കണം, രണ്ടാമത് 2 സ്ലാഷ് ഇട്ടിട്ട് നടുക്കാണ് ഈ അക്ഷരം എഴുതണ്ടേ, അല്ലെങ്കിൽ അതിന് മാർക്ക് കിട്ടില്ല. വീണ്ടും എക്സാമ്പിൾസ് പറയാം. ഈ എന്ന് പറയുമ്പോൾ ഈറ്റ്, സീറ്റ്, മീറ്റ്, ഈസ്റ്റ്, പീപ്പിൾ. വീണ്ടും പറയാം. ഈറ്റ്, സീറ്റ്, മീറ്റ്, ഈസ്റ്റ്, പീപ്പിൾ. ചില വാക്കുകളുടെ തുടക്കമായിരിക്കും ഈ വരുന്നത്, മിഡിലായിരിക്കും ചിലതിന് വരുന്നത്, എൻഡിലായിരിക്കും ചിലതിന് വരുന്നത്. അതുപോലെ തന്നെ ഫീറ്റ്, ടീത്ത്, ഹീറ്റ്, വീറ്റ്. ഒരു വട്ടം കൂടെ. ഫീറ്റ്, ടീത്ത്, ഹീറ്റ്, വീറ്റ്. പിന്നെ വീണ്ടും എക്സാമ്പിൾസ്. എന്നുള്ളതിന് ഈറ്റ്, റീൽ, കീ, മീറ്റ്, ബീറ്റ്, തീഫ്, നീഡ്. ഓക്കെ. അടുത്തത് ഈ എന്നുള്ള വാക്കിൽ സിറ്റ്, സിറ്റി, ലിഡ്, മിൽ, റിച്ച്. ഒരു വട്ടം കൂടെ. ഈ എന്ന് പറയുമ്പോൾ ദീർഘമില്ല. സിറ്റ്, സിറ്റി, ലിഡ്, മിൽ, റിച്ച്. അതുപോലെ തന്നെ വിൽ, കിറ്റ്, ഫിറ്റ്, ലിറ്റ്. അതുപോലെ തന്നെ ബിൻ, സിക്സ്, കിഡ്, ബിബ്, ഡ്രിങ്ക്, പിൻ, ട്വിഗ്, ഫിഗ്, ലിഡ്, പിഗ്, ഗ്രീൻ, സ്റ്റിക്ക്, ഡ്രിൽ. ടെക്സ്റ്റിൽ ഒരുവിധം എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതല്ലാണ്ട് എൻ്റെ പേഴ്സണൽ നോട്ട്സിൽ നിന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പവർ പോയിന്റിൽ നോക്കിയാൽ മതി, കിട്ടും. അടുത്തത് എ. എനി, എൻറ്റർ, മെൻ, ഹെഡ്, ഫ്രണ്ട്. റിപ്പീറ്റ് ചെയ്യാം. എ. എനി, എൻറ്റർ, മെൻ, ഹെഡ്, ഫ്രണ്ട്. പിന്നെ വെഡ്, ഫെഡ്, ലെഡ്, ഡെഡ്. റിപ്പീറ്റ് ചെയ്യാം. വെഡ്, ഫെഡ്, ലെഡ്, ഡെഡ്. അടുത്തത് ബെഡ്, ഫെഡ്, ബെസ്റ്റ്, നെറ്റ്, ഡെസ്ക്, ഹെഡ്. എ എവിടെയൊക്കെ വരുന്നോ അതൊക്കെ. സ്മെൽ, ടെൻ, പെൻ, മെൻ, ദെൻ, വെൻ, ഫെൽ. ഒരുവിധമൊക്കെ റൈമിംഗ് ആയിട്ട് കിട്ടും, അപ്പോൾ ഈസിയാണ്. അടുത്തത് കാറ്റ്, ആക്ഷൻ, റാൻ, ക്യാച്ച്. വീണ്ടും റിപ്പീറ്റ്. കാറ്റ്, ആക്ഷൻ, റാൻ, ക്യാച്ച്. അതുപോലെ തന്നെ മാറ്റ്, ആപ്പിൾ, പാറ്റ്, ഫാറ്റ്. മാറ്റ്, ആപ്പിൾ, പാറ്റ്, ഫാറ്റ്. വീണ്ടും എക്സാമ്പിൾസ്. കാറ്റ്, മാറ്റ്, ഫാറ്റ്, പാറ്റ്, നാപ്പ്, മാപ്പ്. പിന്നെ ആപ്പിൾ ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ബാക്ക്, പ്ലാൻ, ക്യാൻ, ദാൻ, പാൻ, മാൻ, പാൻറ്റ്. അടുത്ത അക്ഷരം ഓ. അത് ഭയങ്കര ഓബ്വിയസ് ആയിട്ടുള്ള അക്ഷരം, പെട്ടെന്ന് കിട്ടും. ബോക്സ്, കോളേജ്, ഓഫീസ്, ലോക്ക്. റെപ്പിറ്റേഷൻ. ബോക്സ്, കോളേജ്, ഓ എന്ന് വരുന്നുണ്ട്. കോളേജ്, ഓഫീസ്, ലോക്ക്. അതുപോലെ തന്നെ ടോസ്, നോട്ട്, ഹോട്ട്, വാട്ട്. റെപ്പിറ്റേഷൻ. ടോസ്, നോട്ട്, ഹോട്ട്, വാട്ട്. ഇതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ പവർ പോയിന്റ് ഇട്ടിട്ടുണ്ടാവും, അവിടെ നിന്ന് എടുത്താൽ മതി. കൂടുതൽ എക്സാമ്പിൾസ്. ഓ എന്നുള്ളതിന് ഗോട്ട്, ഹോട്ട്, റോക്ക്, ടോപ്പ്, പോണ്ട്, വാച്ച്, വാട്ട്, ഡോഗ്, ബോക്സ്, പോട്ട്, റോക്ക്, കോസ്റ്റ്, പോസ്റ്റ്. വീണ്ടും റെപ്പിറ്റേഷൻ. ഗോട്ട്, ഓ എന്നുള്ള അക്ഷരം ചിലപ്പോൾ അത് തുടക്കമായിരിക്കും വരുന്നത്, ചിലപ്പോൾ അത് മിഡിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ എൻഡിലായിരിക്കും വരുന്നത്. ഗോട്ട്, ഹോട്ട്, റോക്ക്, ഓ റോക്ക്, ടോപ്പ്, പോണ്ട്, വാച്ച്, വാട്ട്, ഡോഗ്, ബോക്സ്, പോട്ട്, റോക്ക്, കോസ്റ്റ്, പോസ്റ്റ്. അടുത്ത അക്ഷരം, അതായത് ആദ്യത്തെ 6 വവൽസിൻ്റെ ലാസ്റ്റ് വൺ. ഓ ദീർഘമുണ്ട്. ഓൾ, ഓദർ, ഫോ, ഡോട്ടർ. വീണ്ടും റെപ്പിറ്റേഷൻ. ഓൾ, ഓദർ, ഫോ, ഡോട്ടർ. ഓസ്ട്രിച്ച്, ഓർണമെന്റ്, ഓർഡർ, ഓറഞ്ച്. വീണ്ടും റെപ്പിറ്റേഷൻ. ഓസ്ട്രിച്ച്, ഓർണമെന്റ്, ഓർഡർ, ഓറഞ്ച്. വീണ്ടും ഫോക്ക്, walk, war, born, caught, talk,
door, warm, law, form, saw, thought, caught. വീണ്ടും repetition. ദീർഘമുണ്ട്. folk, walk, war, born, caught, talk, door, warm, law, form, saw, thought, caught. അപ്പോൾ എവിടെയൊക്കെ എന്ന് വരുന്നോ ആ വാക്കുകൾ എഴുതി വെക്കുക. അടുത്തതായിട്ട് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇ എ ആ ഓ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് എൻ്റെ അടിയിൽ വരുന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എക്സാമിനേഷനൊക്കെ മിക്കവാറും അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ വാക്കുകളൊന്ന് പറയാം. ക്യാറ്റ്, എൻറ്റർ, ഓദർ, ബോക്സ്, വില്ലേജ്, സീ, cash, door, bit, want, 10, minute, spread, catch, watch, hot, more, acid, city, all, seat, people, bee, east, short, bottle, ship, fan, any, head. അതിൽ ഇത് വരുന്നതിൻ്റെ അടിയിൽ സീ, സീറ്റ്, people, ബി, ഈസ്റ്റ്. അടുത്തത് അതിൻ്റെ അടിയിൽ ബിറ്റ്, വില്ലേജ്, മിനിറ്റ്, സിറ്റി, ഷിപ്പ്. അതിൻ്റെ അടുത്തത് എ, 10, എൻറ്റർ, സ്പ്രെഡ്, എനി, ഹെഡ്. അതിൻ്റെ അടുത്തത് ആ, ക്യാറ്റ്, ക്യാഷ്, ക്യാച്ച്, ആസിഡ്, ഫാൻ. അതിൻ്റെ അടുത്തത് ഓ, ഹോട്ട്, ബോക്സ്, വാച്ച്, മോർ, ഷോർട്ട്. അതിൻ്റെ അടുത്തത് ലാസ്റ്റ് വൺ മോർ, ഓദർ, ഡോർ, വാണ്ട്, ഓൾ, ബോട്ടിൽ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് ചാപ്റ്ററിൽ ബാക്കി വവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.